മലയാളത്തിൽ നിനക്ക് മൂലകുരൻ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോ. എങ്ങനെ? ഫയൽസ്. ഫയൽസ്. ഓ, റിസപ്ഷനിൽ ഒരു പെണ്ണാണല്ലോ. എവിടെയാ കണ്ടു? ഇല്ല. ഹായ്. ഹലോ. എന്തായിരുന്നു? ഡോക്ടർ ഇല്ലേ? ഡോക്ടർ അതുണ്ടല്ലോ. എന്തായിരുന്നു പറഞ്ഞല്ലോ? മുട്ടില് കുറച്ച് വേദനയുണ്ട്. പേരും അഡ്രസ്സും പറഞ്ഞേ. ഷഫീഖ്, ഷാബി മൻസിൽ, കുന്നിപ്പുഴ, പാറത്തോട്. പാറത്തോട്. ഡോക്ടർ എത്തണ്ടേ? ശരി ശരി. മുട്ടുവേദന എന്ന് പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ ആകെ നാറിപ്പോയനെ. എന്തായാലും അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് മനസ്സിലായില്ല? എടാ, ഇത് മൂലക്കുറുക്ക് മാത്രമുള്ള ആസ്പത്രിയാ. എന്റെ പൊന്നൊക്കെ എന്ത് പണിയാ കാണിച്ചത് നിങ്ങള്. ഞാനാണെങ്കിൽ മുട്ടുവേദന എന്ന് പറയുകയും ചെയ്തു. ആകെ നാണക്കേടായി പോയി. അപ്പൊ ഇവിടെ എല്ലാവർക്കും മൂലക്കുരുവാണോ? എല്ലാവർക്കും മൂലക്കുരുല്ലടാ. ഈ തൂണും തുരുമ്പ് പണിച്ച് ബാക്കി എല്ലാത്തിനും മൂലക്കുരുവാ. വേണ്ടായിരുന്നു. ചേട്ടന് എന്ത് പറ്റി? മുട്ടുവേദനയാ. അപ്പൊ കറക്റ്റാ. മാറാൻ പാടാ. അനിരുദ്ധൻ. അയ്യോ അനിരുദ്ധൻ, ഇവിടെ നിൽക്കുകയാണോ? പോയി മരുന്നുമായിട്ട് പാടോ. ഹായ് മൂലക്കുരുസ്. ഇയാൾക്കെന്താ അസുഖം? അത് ആ, മൂലക്കുരു. മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലേട്ട, മുണ്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് തുറന്നു കാണിക്കും? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കണു. തന്റെ മൂലക്കുരു ഡോക്ടർക്ക് കാണണ്ടേ? എന്റെ പൊന്ന്, തന്റെ മൂലക്കുരുവിന്റെ വ്യാപ്തി വലിപ്പം ഒക്കെ ശരിക്കും കണ്ടാലേ ഡോക്ടർക്ക് കറക്റ്റായിട്ട് മരുന്ന് എഴുതി തരാൻ പറ്റൂ. സൂക്കേട് മാറണ്ടേ? എന്റെ പൊന്നേട്ടൊന്ന് പതിയെ പറ. എനിക്കിങ്ങനെ പതുക്കെ പറയാനേ അറിയൂ. ഇതിലും പതുക്കെ എങ്ങനെ പറയാ? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നു ഒരു മൂലക്കുരുക്കാരൻ. ഡോക്ടർ പരിശോധിക്കുമ്പോ ഇത് കൊടുക്കണം. കേറി ചെല്ലു ഡോക്ടർ അടുത്തേക്ക്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. ഇരിക്കണോ? വേണ്ട ഡോക്ടർ, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. താനാദ്യം ഇരിക്കേ. ഇരിക്കണോ? ഷെഫീഖ് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടന്റാ. അപ്പൊ ഇരുന്നുള്ള പണിയാ. ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തരണം. ഭയങ്കര വേദനയാ. എടോ, ഞാൻ എത്രയോ മൂലക്കുരു കണ്ടിട്ടുള്ളതാ. തന്റെ മുഖം കണ്ടാൽ അറിയാം ഈ കുരു അത്ര വലിയ ഭീകരനൊന്നുമല്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് വേണം. ഇവിടെ തന്നെ നിക്കണം. അയ്യോ, അപ്പൊ എങ്ങനെയാ? ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവുകയല്ലേ? ഡോക്ടർ, ഞാൻ ഡ്രസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് നാളെ അഡ്മിറ്റ് ആയാലോ? അയ്യോ, നാളെ മുതൽ 1-2 ദിവസത്തേക്ക് ഞാൻ ഫ്രീ അല്ല. ആണോ? ഇതല്ലാതെ ഇടവേളകളിൽ ചില അഭിനയ പരിപാടികളൊക്കെ ഉണ്ടേ. സാറിനെ ആർക്കറിയാത്ത ഡോക്ടറിന്റെ അടിവാരത്തിലെ ഹരിദാസ് അടിപൊളിയായിട്ടുണ്ട്. ആണോ? ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഞാനും സാറിന്റെ സീരിയലിന്റെ വലിയ ഫാനാ. ആഹാ, അപ്പൊ താൻ നമ്മുടെ ആളാ. എടോ, നമുക്കിതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് കളയാവുന്നല്ലേ ഉള്ളൂ. താൻ അങ്ങോട്ട് കയറി കിടക്ക്. ഗോപി സാർ. എടോ ഗോപി സാർ, വാടോ ഇങ്ങോട്ട്. ഞാൻ എടോ, മൂലക്കുരു വെച്ചിട്ട് ആരെങ്കിലും പാന്റ് ഇട്ട് നടക്കുവോ? കേറണോ ഇങ്ങോട്ട്? അതൊക്കെ പറയടോ. വിളിച്ച് തന്റെ ഒരു പൊട്ടല്ലേ. ബെഡ്ഷീറ്റ് എടുത്തൊന്ന് ഉടുക്ക്, ഞാനൊന്ന് കാണട്ടെ. അല്ല, ഡോക്ടർ കാണട്ടെ. എടോ, ഒന്ന് കുനിഞ്ഞു നിക്കേ. ഡോക്ടർ, എന്തുവാണോ ഇത്? റംബുട്ടാനോ? ഇത് വെച്ചിട്ട് താനെങ്ങനെ എടോ, ഒരു ചെറുപ്പക്കാരൻ മൂലക്കുരുവായിട്ട് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അയാൾക്ക് എന്തുമാത്രം മാനസികമായ വിഷമുണ്ടായി കാണും. ബ്ലഡി ഫൂൾ, ഔട്ട്. എടോ അനിരുദ്ധൻ, മരുന്നുമായിട്ട് പോടോ. ഷെഫീക്ക്, കൂടെ വന്ന ആളെവിടെ? പുള്ളി ഡ്രസ് എടുക്കാൻ പോയി. ചേച്ചി മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇതല്ലേ? അത് തന്നെ. എങ്ങനെയുണ്ട് ഇപ്പൊ മുട്ടുവേദന?
കുഴപ്പമില്ല. ഷെഫീക്കിന് നല്ല കോംപ്ലക്സ് ഉണ്ടല്ലേ? ലേശമുണ്ട് മാഡം. ഈ മൂലക്കുരു എന്നൊക്കെ പറഞ്ഞ ആകെ നാണക്കേട് കേസാ. എല്ലാവരും കളിയാക്കും. മനസ്സ് തുറന്ന് കാര്യം കൂടി പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ഞാനൊരു കോമഡി പീസാ. കോമഡി പീസോ? എന്നിട്ട് എനിക്കങ്ങനെ കണ്ടിട്ട് ചിരിയൊന്നും വരുന്നില്ലല്ലോ. എടോ, തൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉപ്പാക്കുണ്ട്. ആ, ഈ പ്രഷറും ഷുഗറും ഒക്കെ ഇൻക്യൂറബിൾ ആണ്. എന്നാലും അതൊന്നും തുറന്നു പറയാൻ ആർക്കും മടിയില്ല. ഷഫീഖിന് പൈൽസ് അല്ലേ? അല്ലേ? പൈൽസാണ്. ആ, പൈൽസ് ക്യൂറബിൾ ആണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ട് കുറച്ചു നാൾ മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദാവുന്ന അസുഖം. അതിനിത്രയും കോംപ്ലക്സിന്റെ കാര്യമൊന്നുമില്ല. താൻ ആള് സ്മാർട്ടല്ലേ? താൻ എത്തിയത് റൈറ്റ് പ്ലേസിലാ കേട്ടോ. ഓക്കേ മാഡം. ശരി, അപ്പൊ ഞാൻ ഇറങ്ങാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേട്ടോ. ആ കഷായം കുടിക്കാൻ മറക്കരുത്. ശരി മാഡം. ശരി മാഡം. പേരെന്താ? മെർലിൻ. ഓക്കേ മാഡം. വഴിയൊക്കെ കിട്ടിക്കോളും. എനിക്ക് പെണ്ണ് കാണേണ്ട. ആദ്യം പെണ്ണ് കട്ടിച്ചതാ. ഞാൻ തിരിച്ചു വിളിക്കാം. എവിടെ പോണേ? ഞാൻ ഷെഫീക്കിന് കുറച്ച് ഓറഞ്ച് മേടിച്ചോണ്ട് കേട്ടെ. എടാ, ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആറഞ്ച് ആപ്പിൾ മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ പാവപ്പെട്ടവന്റെ ചിന്താഗതിയാ. പണക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അതെന്താ? പറയാം. ഇപ്പോ അംബാനിയുടെ മോള് പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ടാറ്റാവും ബിർലാവും കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ടാറ്റ ബിർല എടുത്ത് പറയുമോ, വാലിയെ നമുക്ക് 1/2 കിലോ ഓറഞ്ച് മേടിച്ചു കൊണ്ട് പോവാമെന്ന്? അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഒരിക്കലും പണക്കാർ അങ്ങനെ ചിന്തിക്കില്ല. ദിസ് ഇസ് റാങ്. കൊഞ്ചം ലാജിക്കല തിങ്ക് പണി രമേശ. വാടാ. ഒരു 4 കുപ്പി അരിഷ്ടത്തിന്റെ കുറവുണ്ടല്ലോ. ഞാൻ എണ്ണിപ്പോ കറക്റ്റ് ആയിരുന്നല്ലോ സാറേ. തന്നെ എനിക്ക് പിന്നെ പണ്ടേ സംശയം ഇല്ലല്ലോ. എനിക്ക് എന്നെ സംശയമില്ല സാറേ. നമുക്ക് ഒന്നുകൂടെ. ഷഫീഖേ വാ. ഡോക്ടർ, ആയുർവേദത്തിന്റെ ഒരു പച്ചപ്പ് തന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. ഡോക്ടർ, ഞാൻ റിസപ്ഷനിൽ പോയപ്പോ ബില്ല് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞവര്. ആര് പറഞ്ഞു? കാഷ്യർ. ക്യാഷ്യർ അല്ല, ഞാനാ പറഞ്ഞത്. തന്റെ ഇന്ന് കാശ് മേടിക്കണ്ട. എന്റെ ഒരു ആരാധകന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടടോ. ഇല്ല ഡോക്ടർ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഉണ്ട്, എനിക്കതറിയാം. തന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ തന്റെ ഒരുപാട് പൈസ ഉണ്ടെന്ന്. അതെനിക്ക് വേണ്ട. വല്ല കാശില്ലാത്തനായിരുന്നെങ്കിലേ അവന്റെ കുത്തിന് പിടിച്ചാൽ മേടിച്ചാനാ. ഇനി തനിക്ക് ധൈര്യമായിട്ട് ദുബായിലേക്ക് പറക്കാം. സന്തോഷമായല്ലോ? താങ്ക് യു ഡോക്ടർ. ആയിക്കോട്ടെ, പോട്ടു. ഡോക്ടർ, ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. മൂലക്കുരു റിസപ്ഷനിസ്റ്റ് മെർലിൻ. കൊള്ളാം. എടാ ഷഫീഖേ, നിന്റെ എല്ലാ സെറ്റപ്പുകളും കല്യാണത്തോടെ നിർത്തിക്കോണം. എന്റെ കാര്യമൊക്കെ അറിയാലോ നിനക്ക്. എന്ത് സെറ്റപ്പ്? മെർലിൻ പിന്നെ നിന്റെ സെറ്റപ്പ് അല്ലടാ. അയ്യോ ഇക്കാം, എന്റെ ആ മൂലക്കുരു മാറ്റിയില്ലേ, ആ ഡോക്ടറിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഞാൻ പറയണേ. ആ ഡോക്ടറുടെ കഥ പറഞ്ഞു. പിന്നെ എന്തിനാ നീ മെർലിന്റെ കാര്യം പറഞ്ഞത്? അത് നമ്മളൊരു കഥയുടെ ഒഴുക്കിന് വേണ്ടി അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ. അതോട് എനിക്ക് ആ ഗിഫ്റ്റ് മേടിക്കാം. എന്തെങ്കിലും പറ. ഡോക്ടർ കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഡോക്ടർക്കാവുമ്പോ ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ വേണ്ട. മൂലക്കുരുന്റെ ഡോക്ടർ അല്ലേ പുള്ളി, എവിടെ ചോദിക്കാനാ? ആലോചിക്കാൻ എന്തെങ്കിലും പോവാൻ സമയമായി. കിട്ടി ഒരു സ്പെഷ്യൽ സമ്മാനം.
15-ാം നൂറ്റാണ്ടിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം വൈദ്യനായ ഗിലാനി അക്ബർ ചക്രവർത്തി കൊടുത്ത സമ്മാനമാണ് നീ നിന്റെ കൊട്ടാരം വൈദ്യന് നിന്റെ മൂലക്കുരു ഡോക്ടറിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം. മനസ്സിലായ? വാ പറയാം. ഇതാണോ നിങ്ങളുടെ ഗിലാനി കൊടുത്ത ഗിഫ്റ്റ്? ഒക്കെ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമോ? അതൊരു ഡോക്ടറിന്. എന്നാ നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന പുതുമയുള്ള ഒരു ഗിഫ്റ്റ് പറഞ്ഞു തരട്ടെ. അത് പറ. ഒരു ടൈഗർ ബാം വാങ്ങിച്ചോട്, അല്ലെങ്കിൽ ഒരു കോടാലി തൈലം. എടാ എടാ നിനക്ക് ഈ പാറത്തോട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല. പെണങ്ങല്ലേ ഞാൻ എടുത്തോ. ആണല്ലോ. എടാ നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഡിസ്കൗണ്ട് കാര്യമൊക്കെ ഏറ്റ്. എനിക്ക് ആളുണ്ടെന്നേ. ഞാനൊരു ചെറുക്കനെ വിളിക്കട്ടെ, ഷജീർ, നമ്മുടെ മുത്താണ്. അവനെ വിളിച്ച് ഞാൻ അത് സെറ്റ് ചെയ്യാൻ, നീ ഇത് സെറ്റ് ചെയ്യ് കേട്ടാ. ഓക്കെ. നിങ്ങളിത് എവിടെയാ? നീ എവിടെ? ഞാനിപ്പോ നിന്റെ ഇറാനിയുടെ കടയിൽ നിൽക്കാ. അയ്യോക്ക ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്ക 2 മാസം മുമ്പ്. ഇപ്പൊ സെയിൽസ്മാനിലാണ്. റോളയില് എന്ത് പറ്റിക്കാ? റോളയുടെ സ്ഥലത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്. നീ കാരണം ആ സ്റ്റാൻഡേർഡ് മുഴുവൻ താഴ്ത്തു പോകൂലേ? എടാ നമ്മുടെ ഷഫീഖില്ല, അവൻ ഇന്ന് നാട്ടിലോട്ട് പോവാടാ. അവന് ഒരു ഹുക്ക സെറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിട്ടാ. സേഫിക്കും പിടുത്തം വിടാണോ? അല്ലക്ക അത് കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, അർമാസ് നേരെ കടയിൽ കയറിച്ചില്ല. അവിടെ അല്ലുവ പോലെ ഒരു റാനി ഉണ്ടാവും. ഓനെ എത്ര ദൃഹം പറഞ്ഞു നിങ്ങൾ നേർ പകുതി പറയാം. ഒന്നും പഠിക്കണ്ട, ഓന് ഇച്ചിരി കൂടുതലാണ്. എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഓഹോ, നേർ പകുതി. അവന്റെ ഡിസ്കൗണ്ട് ഒന്ന് വച്ചിട്ട് പടാർക്ക. വെള്ളിയാഴ്ച മോനെ ഷഫീഖ് എന്തായി? എടാ നല്ല കുറെ ഐറ്റം ഒക്കെ. അല്ല ഇത് മതി, ചെറുതാണ്, ക്യൂട്ടാണ്. ആണാ? വില നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഡിസ്കൗണ്ട് വച്ചു. നേർ പകുതി. അബിബി ഡിസ്കൗണ്ട്. മാഫി ഡിസ്കൗണ്ട് ഇല്ലേ? ഡിസ്കൗണ്ട് കിട്ടിയില്ലേ? ആ ക്വാളിറ്റി സാധനമാണ്. ക്വാളിറ്റി സാധനത്തിന് ഡിസ്കൗണ്ട് കിട്ടില്ല. ഉറപ്പല്ല ബിബി? അമീർക്ക, ഈ ഷൊർണൂർ പോകാനുള്ള എളുപ്പ വഴിയതാ. എനിക്ക് അടുത്ത ആഴ്ച ഒരു PSC ടെസ്റ്റ് ഉണ്ട്. നീ എങ്ങനെയാ പോകുന്നേ? ട്രെയിനില്. അറിവ് കേട്ടോ മുണ്ടമേ. പിന്നെ എന്തിനാടാ എളുപ്പം വിളി? ട്രെയിനിൽ കയറിയാ പോരെ, അവർ കൊണ്ടുപോയി വിടില്ലേ? തങ്കമേ ഷഫീഖ് ജി, ഇത് ഭാരതമണ്ണാണ്. ഇവിടെ അറബി വേണ്ട ഷഫീഖ് ജി, അറബി വേണ്ട. മാമ ഇവിടെ കൂടെ വരാന്ന് പറഞ്ഞിട്ട്. എന്റെ മാമല്ലേ, വണ്ടിയിൽ കിടന്ന് ഫുൾ ഉറക്കം. എടാ നിന്റെ ഉപ്പ ഉമ്മ നിനക്ക് വേണ്ടി ഏതോ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. നീ അപ്പുറത്തേക്ക് വാ. നീ വാ. ഹലോ ഹലോ ഷഫീഖ് അല്ലേ? ആ ഷഫീഖാണ്. ഷഫീഖ, ഞാനാണ് ഫൈസലാണ്. സത്താർക്ക് പറഞ്ഞിട്ട് വിളിക്കാം. നമ്മുടെ കൊടുവള്ളിയിലുള്ള ഒരു സാധനം എവിടെ ഉണ്ട്? ഞാനേ നമ്മുടെ എയർപോർട്ടിന്റെ പുറത്ത് പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ട്. പെട്രോൾ പമ്പോ? ഏത് വണ്ടിയിൽ വരുന്നേക്കാ? വണ്ടി ഇവിടുത്തെ ക്വാളിസ്. പച്ച പച്ച പച്ച. ആ ഉണ്ട്. ഞാനാ ഫൈസല്. ശരിട്ടാ. ഓക്കെ എവിടെ വന്ന? ഞങ്ങള് കൊടുവള്ളി. ആ ശരി ശരി. ഓക്കെ ശരി. വണ്ടി കിട്ടോ? ഷഫീഖെ, നല്ല വിശപ്പുണ്ടാ. നമുക്ക് നല്ല ചൂട് പൊറോട്ട ബീഫും കഴിച്ചാലോ? ഒന്ന് പോടാ. 3-3.5 വർഷം കഴിഞ്ഞിട്ടാ വരുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. എന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരും. എനിക്ക് എന്റെ ഉമ്മച്ചിനെ ഒന്ന് കണ്ടാ മതി. രമേശേ, നിനക്ക് ഓർമ്മയില്ല? ആ നിനക്ക് ഓർമ്മയില്ല. ഇവനക്ക് ഇവന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന കൂമ്പുത്തൂരൻ ഭയങ്കര ഇഷ്ടമാ. കൊതി പിടിച്ചിരിക്കുക. എടാ സത്യം പറയാലോ, ഞാൻ എന്റെ അമ്മയെ കണ്ടു മടുത്ത്. അതെന്നും കാണുന്നോണ്ടാണ്. കുറച്ചു നാൾ കാണാതിരിക്കും, അപ്പൊ അവരുടെ വില മനസ്സിലാവും. പെട്രോളം പിടിക്കാതെടി പോകാ. നീ അടുപ്പത്തിരിക്കുന്നത് കരിയാതെ നോക്കാം.
അങ്ങോട്ടൊന്ന് വണ്ടി നിർത്തി. டேய் வேகம் வா. ചേച്ചി ചേച്ചി സിലാ കാർഡി ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഒരു മാസത്തേക്ക് എത്രയാവും? ഒരു ദിവസം 2 എണ്ണം വെച്ചല്ലേ? 2 എണ്ണം ആണെന്ന് തോന്നുന്നു. ഒന്ന് കൂട്ടിയിട്ട് പറയാമോ? இவன் எந்த எடுக்க? നോക്കട്ടെ പോയിട്ട്. ഒരു മാസത്തേക്ക് 650 ആവും. എന്താ പറ്റി? അല്ലടാ, അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തന്നാ. എന്നാ മേടിക്ക്. ചേച്ചി ഒരു മാസത്തേക്ക് 650 എന്നല്ലേ പറഞ്ഞേ? അതെ. ഓ ആ, ഒരു 100 രൂപയ്ക്ക് തന്നാ മതി. ആ ഒരു മാസത്തേക്ക് എടുക്ക്. ഷെഫീഖേ, എടാ 100 രൂപയ്ക്ക് മതിടാ, പൈസ എടുക്കാൻ മറന്നുപോയതാ. ഇതൊക്കെയല്ലേ ഷഫീഖിനൊരു സന്തോഷം. ബാക്കി പൈസ എടുത്തോ. നീ അന്നേരം ഇവന്റെ കാര്യം ഇങ്ങനെയൊക്കെ. വണ്ടി എടുക്ക. വിശന്ന് ഒരു പരിവായി. ആ പോട്ടെ പോട്ടെ പോട്ടെ. പോയി ഉണ്ണിയപ്പം പോയി. എന്താ അത്, പഴയ പ്രതാപമൊന്നുമില്ലല്ലോ. ഒന്നിനും കൊള്ളില്ല. കൊതിച്ചു വേണമെങ്കിൽ കഴിച്ചാൽ മതി. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോ കളിയാക്കുന്നു. കൊള്ളില്ലെങ്കിൽ ഞാൻ ചെയ്യാനാ. എന്താ ശംസു, ഫുൾ ഫീലിങ്സ് ആണല്ലോ. ഉണ്ണിയപ്പം മോശമാകുന്നതേ അപ്പുറത്തെ ഓമനയുടെ കണ്ണേറാന്നാ ഇവള് പറയുന്നത്. അതിന്റെ ഫീലിങ്സാ. ഉണ്ണിയപ്പം മോശം എന്താ? ഉമ്മ ഉണ്ടാക്കിയ കൂമുതോരൻ സൂപ്പർ ആയിട്ടുണ്ട്. അതെ, എന്റെ മോന് വേണ്ടി മാത്രം നട്ടു വളർത്തിയ വാഴയൊന്നും ഉണ്ടാക്കിയതോ, അതുകൊണ്ട് ഇത്ര ടേസ്റ്റ്. സ്വന്തം വാഴയെന്ന് തന്നെയാണ്. ഔറംഗസീബേ കഴിച്ചേ. മാമ ചേരുന്ന തട്ടിക്കളയുന്നോ? ആരെ പൊടി കുഞ്ഞു ഓറഞ്ചിന് പേരിട്ടെ? എടാ ഞാൻ ഇട്ടോന്ന് അറിഞ്ഞോണ്ട് നീ ഇപ്പൊ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാലോ. എന്താടാ ഔറംഗസേബിന് ഇത്ര കുഴപ്പം? ഒരു ചക്രവർത്തിയുടെ പേരാ, അറിയാവോ? ആണോ ഉമ്മ? ഒരു ചക്രവർത്തിയുടെ പേരാണ് എന്റെ മോനിട്ടത്. അതേടി, അറിയത്തില്ലേ? ഇല്ല. സ്വന്തം പാപ്പായെ പിടിച്ച് ജയിലിന്റെ അകത്തിട്ട ചക്രവർത്തിയുടെ പേരാ ഔറംഗസേബ്. മനസ്സിലായോ? അനസിക്കേ, ഇവൻ മിക്കവാറും ജയിലിൽ കയറും. പോകുന്നു ചക്രവർത്തിയുടെ ഉമ്മ. ഇത് കണ്ടോ ഉമ്മ? നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോണ്ടിരാൻ പറഞ്ഞ ഇവന് അളവ് തെറ്റും, ഡിസൈൻ തെറ്റും. ദേ ഇത് കണ്ടോ? നീ എപ്പ പിടിച്ചു നോക്കിയിട്ട് അവളുടെ കൈയൊക്കെ? അതെ, അവന്റെ പെണ്ണിന്റെ വളയിടിന്നെ. അവനല്ല പിന്നെ ഇത് ആരാ വാങ്ങുന്നേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഇതെന്താ? നിനക്ക് വേണ്ടിയല്ല ഉമ്മ, നമ്മുടെ ഡോക്ടറല്ലേ, പുള്ളിക്ക് കൊടുക്കാൻ. അനസൊക്കെ ഡിസൈൻ ചെയ്ത കല്യാണക്കുറി എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? നിന്റെ ഇക്കയുടെ കത്തർ ഡിസൈൻ അല്ലേ? കാണിച്ച ഇതല്ലേ? മൊത്തം 756 ചന്ദ്രകലയും. മാറ്റർ ഇതാ സ്ഥലല്ലേ, ബാക്കിയല്ല. ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ കാർഡ് അടിച്ചിട്ട് ആരെ വിളിക്കാനാ? ഉപ്പ, എന്റെ കല്യാണത്തിന് നിങ്ങളുടെ 2 പേരും വീട്ടുകാരെ വിളിച്ചില്ല. ഇവന്റെങ്കിലും കല്യാണത്തിന് അവരെയൊക്കെ ഒന്ന് വിളിച്ചൂടെ? അത് ശരിയാണല്ലോ. ലോകത്തിൽ ഒളിച്ചുകൂടി കല്യാണം ചെയ്ത് നിങ്ങൾ മാത്രല്ലല്ലോ. ഞങ്ങൾക്കും അവരെയൊക്കെ ഒന്ന് കാണണ്ടുമ്മ. ശരിയാ. ഷെഫിക്കേ, ഷാഫി, ഉമ്മക്ക് വിഷമായോ? എനിക്കൊരു വിഷമമില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഉമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് വേണ്ട, പോരെ? ഉപ്പ സെന്റിമെന്റ്സ് ആയിട്ട് പുറത്തോട്ട് പോയതാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ വലിക്കാൻ പോയതാ അല്ല ഉമ്മ? എന്താ പരിപാടി? എന്താ വെറുതെ? എന്നാ ഊതി. ചുമ്മാ നീ ഊതിട്ട് പോകുന്നു. പോ. വേണ്ട, ഉമ്മ പറഞ്ഞല്ലോ ഈയിടെയായിട്ട് വലിയത് കൂടുതലാണെന്ന്. അവള് ചുമ്മാ പറയുന്നാടാ. എന്നെ ഉമ്മ കളിയാക്കല്ലേ, എന്റെ സോമാറും. എടാ വെറുതെയാടാ. ഷംസു, സിഗരറ്റ് എന്ന് വിചാരിച്ചിട്ട് വലിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ.
ഷഫീഖേ, മോനെ നിന്റെ കല്യാണത്തിനും ഉപ്പാന്റെ ഉമ്മാന്റെയും ബന്ധുക്കളാരും വരാത്തതിൽ നിനക്ക് വിഷമം ഉണ്ടാടാ? എന്റെ പൊന്നു ശംസു, നിങ്ങളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട പോരെ. എന്റെ ശംസുവിന്റെ ഒരു സെന്റി